ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടയിലുള്ള ഒരു ചെറിയ ജീവിതമേ ഈ മണ്ണിൽ മനുഷ്യനുണ്ടാകുന്നുള്ളൂ. ആ മനുഷ്യനെ തേടി വന്നവനാണ് സുവിശേഷം അഥവാ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. എന്നാൽ ദൈവത്തെ യഥാർത്ഥമായി നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ച വ്യക്തിയാണ് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു. ആ ദൈവത്തിങ്കിലേക്ക് നാം അടുത്തു ചെല്ലണം. നാം വായിച്ച വാക്യം ഇങ്ങനെയാണ്: ദൈവത്തിന്റെ അടുക്കൽ വന്നവന് മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ആ പിതാവിനെ നമുക്ക് കാണിച്ചു തന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ്. ആ നിത്യരക്ഷകനായിരിക്കുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തേക്ക് അയക്കുകയും പിതാവിനെ മറന്ന്, സർവശക്തനായ ദൈവത്തെ മറന്ന് പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിന്റെ മടുകുടത്തിൽ അടിമയായി കിടന്ന മനുഷ്യനെ സ്നേഹിക്കുന്ന സ്വന്തം പുത്രനെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം താഴ്ത്തി മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഉയർത്തിയ ദൈവം, സ്വന്തം പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മെ വീണ്ടും മക്കളാക്കി തീർക്കുവാൻ, നമ്മെ വീണ്ടും ദൈവത്തിന്റെ രാജ്യത്തിൽ പുത്രനാക്കി, അവകാശിയാക്കി നമ്മെ തീർക്കുവാൻ പാപമെന്ന അതിശക്തമായ രീതിയിൽ, പാപമെന്ന മരണത്തിന് പകരമായി പാപമില്ലാത്ത പുത്രനെ യാഗമാക്കി തീർക്കുവാനിടയായി. എന്നാലും ദൈവം ചെയ്യുവാനുള്ളത് ദൈവം ചെയ്തു കഴിഞ്ഞു. നാം ദൈവത്തിങ്കിലേക്ക് അടുത്തു ചെല്ലണം. ആ സന്തോഷ വാർത്തയാണ്, ആ സന്തോഷ വാർത്തയെ അറിയിക്കുന്ന ഒന്നാണ് ദൈവത്തിന്റെ വചനം അഥവാ സുവിശേഷം. സുവിശേഷം ഒരു മനുഷ്യനെ ലോകത്തിൽ വലിയവനാക്കുകയല്ല, യേശുക്രിസ്തു എന്ന രക്ഷകനെ നാം അംഗീകരിച്ച് അവനെ ആരാധിച്ച് നാം ഈ ലോകത്തിൽ നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അല്ല, പകരം യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകണം. കാരണം മരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മരണമാണ് ഈ ലോകത്തിൽ
മനുഷ്യനിൽ വാണുകൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴാണ് മരണം? ഒരു ചെറിയ രോഗം വന്നാൽ, ഒരു ചെറിയ തളർച്ച വന്നാൽ നാം ഭയപ്പെടുന്നതിന്റെ കാരണം നാം മരിച്ചു പോകും. മരണത്തെ നാം പേടിക്കുന്നു. മരിക്കുവാൻ ഭയമാണ്. കാരണം മരണത്തിനപ്പുറം എനിക്ക് എന്ത് സംഭവിക്കും, ഞാൻ എവിടെ പോകും എന്ന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഒരു മനുഷ്യൻ മരണത്തെ പേടിക്കുന്നത്. എന്നാൽ മരണത്തെ ജയിച്ചാൽ, മരണത്തെ പേടിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. ഈ മണ്ണിൽ വന്ന സകല വ്യക്തികളും മരിക്കുവാനിടയായി, ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു. മരണത്തിലൂടെ മാത്രമേ ഈ ലോകത്തിൽ നിന്നും വേർപെടുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ മരണത്തെ സന്തോഷത്തോടെ ഏറ്റെടുത്ത, മരണം ആസ്വദിച്ച ഒരു വ്യക്തിയാണ് യേശുക്രിസ്തു. മരണത്തെ ആസ്വദിക്കുക, മരണത്തെ സന്തോഷത്തോടെ കാണുക. കാരണം എന്തെന്നറിയാമോ? തന്റെ മരണം അനേക മക്കളെ ജനിപ്പിക്കുവാനിടയാകും. അനേകർ നിത്യമായി മരിക്കേണ്ട സ്ഥാനത്ത് തന്റെ മരണത്തിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ, ആ ഒരുവൻ മരണത്തിലൂടെ നഷ്ടപ്പെട്ടു പോകില്ല. മരണം എല്ലാ മനുഷ്യരും മരിക്കേണ്ടവരാണ്. എന്നാൽ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത ഒരു ക്രിസ്തുവിനെ കുറിച്ചാണ് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നത്. എന്തിനാണ് മരിച്ചത്? എപ്രകാരമാണ് ഒരുവന്റെ ജീവിതത്തിൽ മരണം വന്നത്? പാപം, അനുസരണക്കേട്, ദൈവത്തിൽ നിന്നും ജീവൻ പകർന്നുകൊണ്ടിരിക്കുന്ന, ജീവൻ കൊടുക്കുന്ന ദൈവത്തിൽ നിന്നും മനുഷ്യൻ അകലുവാനിടയായി. നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നല്ല വെട്ടിത്തിളങ്ങുന്ന പ്രകാശം കൊടുക്കുന്ന ബൾബ്, ആ ബൾബ് കത്താൻ ഉപയോഗിക്കുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി, അതിന് നമ്മൾ പറയുന്നത് കറണ്ട് എന്നാണ്. ആ കറണ്ടിനെ സ്വീകരിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ ബൾബിനെ, ആ ഇലക്ട്രിക് ഉപകരണത്തെ നമ്മൾ ഉപയോഗിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവുമായുള്ള ബന്ധം, ദൈവവുമായുള്ള സമ്പർക്കം, ദൈവവുമായുള്ള കൂട്ടായ്മ മനുഷ്യന് നഷ്ടമായി തീരുവാനിടയായി.
മനുഷ്യൻ പാപമെന്ന ഇരുട്ടിന്റെ അധികാരത്തിലേക്ക് വീഴുവാനിടയായി. പാപം മനുഷ്യനിൽ വന്നപ്പോൾ മനുഷ്യൻ മരണത്തിന്റെ കീഴിൽ അടയ്ക്കപ്പെട്ടു. ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ദൈവം വസിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ പാപമെന്ന അശുദ്ധിയിൽ വീണപ്പോൾ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുവാനിടയായി. അകന്ന നിമിഷം മുതൽ മനുഷ്യൻ മരിക്കാൻ തുടങ്ങി. ഇന്ന് നാം ഭയപ്പെടുന്ന മരണം നമ്മുടെ പിതാക്കന്മാർ, ആദിമ പിതാവായിരുന്ന ആദവും ഹവ്വയും ദൈവത്തോട് പാപം ചെയ്തപ്പോൾ ആ പാപത്തിന്റെ ശമ്പളം മരണം ഇന്ന് നമ്മെ മേൽ വാണുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മരണം വാണുകൊണ്ടിരുന്ന മനുഷ്യരെ മരണത്തിൽ നിന്നും വീണ്ടും ശുദ്ധീകരിക്കുവാൻ യാഗത്താലും മൃഗത്തിന്റെ ബലികളാലും നേർച്ച കാഴ്ചകൾക്ക് കഴിയാത്ത പാപത്തിന് വിശുദ്ധി വരുത്തുവാൻ പാപമില്ലാത്ത ഒരു കുഞ്ഞാട് യാഗമാക്കപ്പെടണം. പാപമുള്ള മനുഷ്യന് വേണ്ടി പാപമില്ലാത്ത മനുഷ്യൻ യാഗമാക്കി തീർക്കണം. എങ്കിലേ പാപത്തിന് മോചനം ലഭിക്കുകയുള്ളൂ. ദൈവം മനുഷ്യനെ നോക്കി ഒരു മനുഷ്യനിൽ നിന്നും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ രക്തത്തിൽ നിന്ന് രക്തം, രക്തത്തിൽ നിന്ന് രക്തം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുന്നു പാപം. ഇപ്പൊ മനുഷ്യന് മൃഗത്തെ നോക്കിയപ്പോൾ മറുവില കൊടുക്കുവാൻ ദൈവം ആരെയും കണ്ടില്ല. അങ്ങനെ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്ന മനുഷ്യനെ ദൈവം സ്നേഹിക്കുവാനിടയായി. എപ്രകാരം ദൈവം വെറുത്ത മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ദൈവം തള്ളിക്കളഞ്ഞ മനുഷ്യനെ വീണ്ടും ദൈവം സ്നേഹിക്കുവാനിടയായി. എങ്ങനെ? തന്റെ മാറിയിരുന്ന, തന്റെ ഒപ്പമിരുന്ന, തന്റെ തേജസ്സിലിരുന്ന തന്റെ ഓമനപുത്രനായ ക്രിസ്തുവിനെ പാപം എന്തെന്നറിയാത്തവൻ, പാപം എന്തെന്ന് അറിയാത്തവനായിരുന്ന, തന്റെ കോമളത്വം നിറഞ്ഞിരുന്ന ദൈവപുത്രനെ നമുക്ക് വേണ്ടി നാം മരിക്കേണ്ട സ്ഥാനത്ത് നാം ഏൽക്കേണ്ട മരണം പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മുടെ മുഴുവൻ പാപത്തെയും യേശുവിന്റെ മേൽ ചുമത്തുവാനിടയായി. പ്രിയ കുഞ്ഞേ, ഒരു കുറ്റവും ഇല്ലാത്തവനെയാണ് പടയാളികൾ ഒരു മഹാകള്ളനായി 2024 വർഷങ്ങൾക്ക് മുമ്പേ 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണിമേൽ ഒരു ശരീരം തൂങ്ങപ്പെട്ടു. ഒരു ചെറുപ്പക്കാരന്റെ
അവന്റെ മുഖം വിരൂപമാക്കി തീർത്തു. അവസാനത്തുള്ള രക്തം വരെ ഈ മണ്ണിൽ ഒരു ചെറുപ്പക്കാരൻ ഒഴുക്കുവാനിടയായി. നിന്ന പരിഹാസം, അപമാനം, നഗ്നത ഇതെല്ലാം സഹിച്ചു. എന്താ കാരണം? ആ പുത്രന്റെ സ്നേഹം, ആ പുത്രന്റെ വില, ആ പിതാവിന്റെ സ്നേഹത്തെ യേശു നമുക്ക് വേണ്ടി കാണിച്ചു തന്നു. തന്റെ ഓമനപുത്രനെ യാഗമാക്കി തീർത്തു. ഒരു ബലിക്കും ഒരു യാഗത്തിനും ഒരു രക്തത്തിനും മനുഷ്യനെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാതിരുന്നപ്പോൾ ദൈവത്തിന്റെ ഓമനപുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമാക്കി തീർത്ത ഒരു പിതാവിനെ നീ മറക്കരുത്. ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതാണ് സുവിശേഷം. അതിനൊരു മറുഭാഗമുണ്ട്. തന്റെ പുത്രനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത്, മനുഷ്യ നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ പുത്രനെ തള്ളിക്കളയുന്നവർക്ക് ശിക്ഷയെന്ന് പറഞ്ഞാൽ നാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമാണ്. ദൈവകോപത്തിൽ നിന്നും ദൈവസ്നേഹത്തിലേക്ക് നമ്മെ തിരിച്ച, നമ്മെ വീണ്ടെടുത്ത ആ വിലയേറിയ രക്തം നീ മറക്കരുത്. അതാണ് വേദപുസ്തകം പറയുന്നത്. മറ്റൊരുത്തരിലും രക്ഷയില്ല. യേശുവിന്റെ സ്ഥാനത്ത് ആ പേരിനൊപ്പം ആരുടെ പേരെഴുതി വെച്ചാലും യേശുവിന്റെ വലിപ്പത്തോളം എത്തില്ല കുഞ്ഞേ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിലും മനുഷ്യരുടെയും ഒരേ ഒരു വഴി. നീ കോടീശ്വരനായാലും പാപപ്പെട്ടവനായാലും പണക്കാരനായാലും ബലഹീനനായാലും കണ്ണുള്ളവനായാലും കണ്ണില്ലാത്തവനാണെങ്കിലും മനുഷ്യ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി, ഏക മാർഗം അത് യേശു ക്രിസ്തുവാകുന്നു. പ്രിയ കുഞ്ഞേ, ദൈവരാജ്യത്തിലേക്ക് ദൈവം ഒരു വാതിൽ തുറന്നിട്ടിരിക്കുക. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. എന്താ അതിന്റെ അർത്ഥം? യേശുവിനെ വിശ്വസിക്കുക. യേശുവിനെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശു പറഞ്ഞത് നീ അനുസരിക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാപത്തിൽ ജീവിച്ച് പാപത്തിന്റെ ശക്തിയിൽ, പാപത്തിന്റെ സ്വഭാവത്തിൽ, മദ്യവും
മയക്കുമരുന്നിലും ലഹരിക്കും വെറുക്കൂത്തുകളിലും യവന മോഹത്തിലും അടിമപ്പെട്ട് ജീവിച്ചിട്ട് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്നെ കാത്തിരിക്കുന്നത് നിത്യമായ ഒരു നരകമോ? നീ വിശ്വസിക്കുന്നെങ്കിൽ യേശുവിനെ അനുസരിക്കണം. ദൈവത്തിന്റെ മകനായി നീ ആയിത്തീരണം. നീ എന്ന വ്യക്തി ദൈവത്തിന് വിൽക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ സ്വഭാവത്തെ, നിന്റെ ആഗ്രഹത്തെ, നിന്റെ ലോകമോഹങ്ങളെ ക്രിസ്തുവിൽ ദിനം പ്രതി ഉപേക്ഷിച്ച് പാപത്തെ നീ ജയിക്കണം. മരണത്തെ നീ ജയിക്കണം. നിനക്ക് കഴിയാത്തത് നിനക്ക് വേണ്ടി സർവശക്തനായ ദൈവത്തിന്റെ ഏക വഴി ക്രിസ്തുവിനാൽ ദൈവം നിന്നെ പണിതെടുക്കാനിടയാകും. ഒരു പുതിയ തീരുമാനം എടുക്കാൻ കഴിയുമോ? വേദപുസ്തകം പറയുന്നു, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ അടുക്കൽ വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. നിനക്ക് ദൈവത്തെ കാണാമോ? ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ വീടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടണമോ? ഒരേ ഒരു വഴി യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരിക. യേശു ക്രിസ്തുവിലേക്ക് അടുത്തു വരിക. യേശു ക്രിസ്തുവിലൂടെ ദൈവത്തെ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാനിടയാകും. വേദപുസ്തകം പറയുന്നു, ക്രിസ്തു മുഖാന്തരം, മുഖാന്തരമായി നിർത്തിയിരിക്കുന്ന ക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിൽ അംഗീകരിക്കാമോ? ക്രിസ്തു മുഖാന്തരം ഒരു തേജസ്സിന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം മകനെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്നു.